പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂൺ മാസം ആരംഭിക്കുന്നതോടുകൂടി സാമ്പത്തിക പുരോഗതിയുടെ നെറുകയിൽ എത്താനും പണത്തിന് മുകളിൽ കിടന്ന് ഉറങ്ങാനും യോഗം വരികയാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച്. അവർക്ക് ജൂൺ ആദ്യ വാരത്തിൽ തന്നെ തൊഴിൽ മാറ്റത്തിന് ചില സാധ്യതകൾ കാണുന്നുണ്ട്. അത് പ്രമോഷനായിട്ടോ സ്ഥലം മാറ്റമായിട്ടോ ഒക്കെ സർക്കാർ ജീവനക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക മേന്മയുണ്ടാക്കാൻ പുതിയ വഴികൾ ഇവരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുകയാണ്. നല്ല കൂട്ടുകെട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുകയും ഇതുവഴി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മാതൃസ്വത്ത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഔദ്യോഗിക മേന്മ ഈ ജൂൺ മാസത്തിൽ കാണുന്നത്. ഇടപാടുകളിലൊക്കെ അഴിച്ചുപണി നടത്തേണ്ടതായിട്ട് വരും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ചൊരു തൊഴിൽ ഭാഗ്യം ലഭിക്കുന്നതാണ്. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം പ്രതീക്ഷിക്കാം. വാഹന വായ്പ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കത് ലഭിക്കുകയും ചെയ്യും. അശ്വതി നക്ഷത്ര ജാതകർ ദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രതം, ഭസ്മാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവിക്കുള്ളൊരു വഴി തുറക്കുകയാണ് ജൂൺ മാസം മുതൽ. ദൂരദേശത്ത് നിന്ന് ചില സാമ്പത്തിക സഹായ സാധ്യതകളും തെളിയുന്നുണ്ട്. മംഗളകാര്യത്തിന് അനുകൂല സമയമാണ്. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്താൻ സാധിക്കും. അപ്രതീക്ഷിത അവാർഡുകൾക്കും യോഗമുണ്ട്. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കുന്നതാണ്. കായിക വകുപ്പിൽ നിന്നും ചില സാമ്പത്തിക സഹായവും ഈ ദിവസങ്ങളിൽ ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പൊതുരംഗത്ത് മലക്കം മറിയുന്ന കാഴ്ചകളും ഉണ്ടാകും. ഭരണി നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവരെയും കാത്തിരിക്കുന്നത് സാമ്പത്തിക പുരോഗതികൾ തന്നെയാണ്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുകയാണ്. എല്ലാ മേഖലകളിലും ശുഭകാര്യ യോഗമാണ് കാർത്തിക നക്ഷത്ര ജാതകരിൽ കാണുന്നത്. മത്സര രംഗത്ത് പങ്കെടുക്കുന്നവർക്ക് വിജയ സാധ്യതകളും കൂടുതലാണ്. ഭരണബലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. കോടതി കാര്യങ്ങളിൽ സമാധാനം ഉണ്ടാകും. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം. അതുപോലെ തന്നെ നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് 2 വട്ടം ആലോചിക്കണം. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കണം. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളി ആകും. ഇഷ്ടക്കാരിൽ നിന്നും സന്തോഷ വാർത്ത കേൾക്കാനും സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കൂവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം.
കർമ്മ പുരോഗതിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിലൂടെ ഒരുപാട് നല്ല ഉയർന്ന തലത്തിൽ ജീവിത നിലവാരം കൊണ്ടുവരാനായിട്ട് രോഹിണി നക്ഷത്ര ജാതകർക്ക് സാധിക്കും. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ എല്ലാ സാധ്യതകളും ഇവരിൽ കാണുന്നുണ്ട്. ജനസമ്മതി നേടാനായിട്ട് സാധിക്കും. വിവരസാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് യോഗം. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം വർദ്ധിക്കും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. അതുപോലെ തന്നെ മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം പ്രതീക്ഷിക്കാം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നുചേരും. അഭിഭാഷക രംഗത്തും നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം പ്രതീക്ഷിക്കാം. ഔദ്യോഗിക തല ചർച്ചകൾക്ക് നേതൃത്വം നൽകാനും സാധിക്കുന്നതാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി നമുക്ക് മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് കൂടാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നുചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാക്കുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരം ആകുകയും ചെയ്യും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേത്ര പ്രവർത്തന മേഖലകളിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ആകുകയും ചെയ്യും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. കടബാധ്യതകൾ തീർക്കുന്നതിന് അവസരം. കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്തു നിന്നും ചില സഹായം ലഭിക്കും. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി ഉണ്ടാകും. പുതിയ സംരംഭത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം എന്നിവ കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് കറകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല, അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. സാമ്പത്തിക പുരോഗതിയിലൂടെ ജീവിതം മെച്ചപ്പെടുത്താൻ പോകുകയാണ് പുണർദം നക്ഷത്ര ജാതകർ. ഇവർക്ക് മറ്റാരെങ്കിലും വിദേശത്തൊരു തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഫലമാകുന്നതിൻ്റെ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകളും മാറിക്കിട്ടും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവിന് തുടക്കം കുറിക്കുകയാണ്. തൊഴിൽ സ്ഥാനത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പങ്ങൾ വർദ്ധിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് ചില സഹായങ്ങൾ ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തി വിജയിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങും. സിനിമാ രംഗത്തും വഴിത്തിരിവിൻ്റെ കാലമാണിവർ. ദോഷപരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം നടത്തി ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പുതിയ ധനാഗമ മാർഗം കണ്ടെത്തുന്നതിലൂടെ സാമ്പത്തിക പുരോഗതി കൈവരിക്കും. ആരോഗ്യ മേഖലയിൽ ചില അംഗീകാരങ്ങൾ ലഭിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുടെ സഹകരണം ലഭിക്കും. അന്യദേശത്ത് കർമ്മരംഗത്ത് ഗുണകരമായ ചുവടുമാറ്റം നടത്തും. ഔദ്യോഗിക വിഷമതകളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. വിദേശത്ത് ശുഭകാര്യങ്ങളിൽ പങ്കാളിയാകാൻ അവസരമുണ്ട്. ഉപരിപഠന വിജയം. തർക്കവിഷയങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിന്
സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ട് വരും. സന്താനത്തിന് ആഗ്രഹിച്ച മംഗല്യഭാഗ്യം ഉണ്ടാകും. കേന്ദ്ര സർക്കാരിൽ പുതിയ പദവി. പ്രണയബന്ധം ആർഭാടമില്ലാത്ത കല്യാണത്തിൽ കലാശിക്കും. സന്താനത്തിന് ഇൻ്റർവ്യൂവിന് മികച്ച ജോലിക്ക് ഭാഗ്യമുണ്ട്. അതിഥി സൽക്കാരം കെങ്കേമമാക്കാനും സാധിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, ധാര, പിൻവിളക്ക് എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.